പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ കർണാമൃതത്തിൽ കഥ പറയാനെത്തുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ പ്രിയങ്കരിയായ അനിത രവീന്ദ്രൻ. ഇന്ന് ഈ കഥ എല്ലാവരും കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാ പ്രിയമിത്രങ്ങളുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രിയ സ്നേഹിത അനിത രവീന്ദ്രൻ പറയുന്ന കഥ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കർണാമൃതം ഈ ചാനലിലേക്ക് എന്നെ കഥയ്ക്ക് ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മിനി മുരളീജിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ഒരു പിടി അവിൽ. എല്ലാവരും ഈ കഥ കേട്ടിട്ട് അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് സഹപാഠിയായി സുദാമാവ് എന്നു പേരായ സാത്വികനായ ഒരു ബ്രാഹ്മണ ബാലനും ഉണ്ടായിരുന്നു. വലിയ ചങ്ങാതിമാരായിരുന്നു ഇരുവരും. നമുക്കറിയാമല്ലോ, പഠനം കഴിഞ്ഞതിൽ പിന്നെ പരസ്പരം കണ്ടിട്ടേയുണ്ടായിരുന്നില്ല. വല്ലാത്ത ദാരിദ്ര്യത്തിലായിരുന്നു സുദാമാവിൻ്റെ ജീവിതം. കുചേലൻ എന്നാണ് അയാളെ എല്ലാവരും വിളിച്ചിരുന്നത്. വല്ലപ്പോഴും ഭിക്ഷയായി കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിക്കുകയായിരുന്നു അദ്ദേഹവും കുടുംബവും. ഈ ദാരിദ്ര്യ ദുഃഖം സഹിക്കാനാവാതെ ഒരിക്കൽ കുചേലൻ്റെ ഭാര്യ, അങ്ങേക്ക് ഒന്ന് പോയി കൃഷ്ണനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു. നിർബന്ധം പലവട്ടമായപ്പോൾ അദ്ദേഹം പോകാൻ തന്നെ തീരുമാനിച്ചു. പഴയ ചങ്ങാതി കൂടിയായ ഭഗവാനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ എന്നായിരുന്നു കണക്കുകൂട്ടൽ. അദ്ദേഹം തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ലെങ്കിലും എന്തെങ്കിലും കാഴ്ചദ്രവ്യം കൊണ്ടുവേണം പോകാൻ എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭാര്യ അയൽപ്പക്കത്തൊക്കെ പോയി യാചിച്ച് കൊണ്ടുവന്ന കുറച്ച് അവിൽ ഒരു തുണിക്കീഴിൽ പൊതിഞ്ഞെടുത്ത് സാധുവായ ആ ബ്രാഹ്മണൻ യാത്ര പുറപ്പെട്ടു. കുചേലനെ കണ്ടതും അളവറ്റ സന്തോഷത്തോടെ വലിയ സ്വീകരണമാണ് ഭഗവാൻ നൽകിയത്. ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ തൻ്റെ സ്ഥാനത്തിരുത്തി പൂജിച്ചു. യാത്ര ചെയ്ത് തളർന്ന നന്നേ മെലിഞ്ഞ് ചെളി പിടിച്ച ആ ശരീരത്തെ രുക്മിണീ ദേവി ചാമരം വീശി ആശ്വസിപ്പിച്ചു. ഭഗവാൻ കുചേലനോട് ചേർന്നിരുന്ന് കൈകൾ കോർത്തു പിടിച്ച് ഗുരുകുലത്തിലെ പല സംഭവങ്ങളും ഓർത്തെടുത്ത് പങ്കുവച്ചു. ഗുരുകുലത്തിൽ നാം ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കാലത്തെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചു. ഒരിക്കൽ വിറകു പെറുക്കാൻ കാട്ടിൽ പോയപ്പോൾ കഠിനമായ മഴ പെയ്ത് വഴി തെറ്റിയതും ഒടുവിൽ നേരം പുലരുന്നവരെ കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയതും അത് കണ്ട് ഗുരു പ്രസാദിച്ചതുമായ സംഭവങ്ങളൊക്കെ എടുത്തെടുത്ത് ഭഗവാൻ പറഞ്ഞു. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടേ പുരുഷൻ പൂർണ്ണനാകുന്നുള്ളൂ. ജന്മം നൽകിയ പിതാവാണ് ആദ്യ ഗുരു. വേദാദി കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ആൾ രണ്ടാമത്തെ ഗുരു. എല്ലാ ആശ്രിതർക്കും ആത്മതത്വം നൽകുന്ന ഞാൻ തന്നെയാണ് മൂന്നാമത്തെ ഗുരു. എന്നിങ്ങനെ തത്വോപദേശങ്ങളും നൽകി ഭഗവാൻ ചങ്ങാതിയുടെ സന്താപത്തെയെല്ലാം അകറ്റി. ഇത്രയൊക്കെ ആയിട്ടും താൻ കൊണ്ടുവന്ന കാഴ്ചദ്രവ്യം ഭഗവാന് നൽകാൻ ലജ്ജ കൊണ്ട് കുചേലനു കഴിഞ്ഞില്ല. അവസാനം തനിക്കെന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ കുചേലൻ്റെ കയ്യിൽ നിന്നും കിഴി തട്ടിപ്പറിച്ച് തുറന്ന് ഒരു പിടി അവിലെടുത്ത് വളരെ സന്തോഷത്തോടെ കഴിച്ചു. രണ്ടാമത്തെ പിടി എടുക്കാൻ തുനിഞ്ഞപ്പോഴേക്കും ഒരു പിടി കൊണ്ടു തന്നെ വേണ്ടതായല്ലോ എന്ന് പറഞ്ഞ് രുക്മിണീ ദേവി തടഞ്ഞു. അന്ന് കൃഷ്ണന്റെ കൂടെ കഴിഞ്ഞ കുചേലൻ പിറ്റേന്ന് യാത്രക്കൊരുങ്ങി. പുറപ്പെടാറായപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാക്കി. ഭഗവാൻ കുചേലന് ഒന്നും നൽകിയില്ല. കുചേലൻ ഒന്നും ചോദിച്ചുമില്ല. ഭഗവാനെ കണ്ട ആനന്ദം മാത്രം മതിയായിരുന്നു കുചേലന്. യഥാർത്ഥ ഭക്തന്റെ സ്വഭാവമാണിത്. തിരിച്ചു വീട്ടിലെത്തിയ കുചേലൻ അമ്പരന്നുപോയി. പോയപ്പോൾ കണ്ട വീടല്ല ഇപ്പോൾ. പഴയ കൂരയുടെ സ്ഥാനത്ത് വലിയൊരു സൗധം. ചുറ്റും ധാരാളം വൃക്ഷലതാദികളും പൊയ്കകളും പൂന്തോപ്പുകളും. ഇതെല്ലാം കണ്ട പാവം ബ്രാഹ്മണന് തനിക്ക് വഴിതെറ്റിപ്പോയോ എന്ന ശങ്കയായി. അപ്പോഴേക്കും തേജസ്സുറ്റ ഒരു പറ്റം സ്ത്രീകളും പുരുഷന്മാരും വാദ്യഘോഷത്തോടെ അദ്ദേഹത്തെ ആനയിക്കാനെത്തി. കുചേലൻ്റെ പത്നിയും ശ്രീദേവിയെപ്പോലെ ഐശ്വര്യവതിയായി അവിടെയുണ്ടായിരുന്നു.
ഇതെല്ലാം തനിക്ക് ഭഗവാൻ തന്ന സമ്മാനമാണെന്നറിഞ്ഞ് കുചേലൻ യാചകനായ എന്നെ ആവശ്യപ്പെടാതെ തന്നെ സമ്പദ് സമൃദ്ധി തന്ന് അനുഗ്രഹിച്ചല്ലോ. ഞാൻ കൊണ്ടുവന്ന അവിൽ എത്ര തൃപ്തിയോടെയാണ് അങ്ങ് കഴിച്ചത്. അങ്ങയോടുള്ള എൻ്റെ ഭക്തിയും പ്രേമവും ജന്മജന്മാന്തരങ്ങളിലും ഭവിക്കട്ടെ. സമ്പത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭക്തിയും അവിടുത്തെ ഭക്തരുമായുള്ള ചേർച്ചയും എനിക്കെന്നും ഉണ്ടാകണം എന്നെല്ലാം ഭഗവാനെ മനസ്സാ സ്തുതിച്ചു. തുടർന്നുള്ള കാലവും വിഷയാസക്തനാകാതെ ദൃഢമായ ഭക്തിയോടെ ജീവിച്ച് ഞാനെന്ന ഭാവം വേറിട്ട് ഒടുവിൽ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അവിൽപ്പൊതിയാണ് ഈ കഥയിലെ കാതലായ ഭാഗം. അവിൽ മനസ്സാണ്. എപ്രകാരമാണോ നെല്ല് വെള്ളത്തിലിട്ട് കുതിർത്ത് കുത്തി അവിലാക്കുന്നത്, അതുപോലെ മനസ്സിനെ സത്സംഗങ്ങളിലൂടെ ജ്ഞാനത്താൽ കുതിർത്ത് നാമസങ്കീർത്തനം കൊണ്ട് നിരന്തരം കുത്തണം. അത് അവിലാകുന്നതുവരെ, ഭഗവാന് അർപ്പിക്കാനുള്ള കാഴ്ചദ്രവ്യമാകുന്നതുവരെ അത്ര ശുദ്ധി വരുത്തണം. കുചേലൻ തുണിക്കിഴിയിൽ അവിൽ കൊണ്ടുപോയി എന്നത് എൻ്റെ ശരീരമാകുന്ന കിഴിയിൽ മനസ്സാകുന്ന അവിലിനെ കൊണ്ടുപോയി എന്നു തന്നെയാണ്. അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന മനസ്സിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വരും എന്നാണ് അവിൽ തട്ടിപ്പറിക്കുന്നത് സൂചിപ്പിക്കുന്നത്. അത്തരം മനസ്സുകളെ ഭഗവാൻ നേരിട്ട് സ്വീകരിച്ച് പ്രസാദിക്കുന്നു. ഇങ്ങനെ നിരന്തരമുള്ള സത്സംഗങ്ങളാലും നാമസങ്കീർത്തനങ്ങളാലും ഈശ്വര ചിന്തയാൽ നാം നമ്മുടെ മനസ്സിനെ ഭഗവാനായുള്ള അവിലാക്കുക. എൻ്റെ ഈ ചെറിയ കഥ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ഹരി ഓം.